إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും അവൻ്റെ വിധി വിലക്കുകളും കഴിവിൻ്റെ പരമാവധി പുലർത്തിപ്പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ മൂസൽ അശ്അരി പറയുകയാണ്, സല്ലൈതു മഗ്രിബ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളൊരു ദിവസം അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം മഗ്രിബ് നമസ്കരിച്ചു. സുമ്മ ഖുൽന, പിന്നീട് ഞങ്ങൾ സഹാബികളായ ഞങ്ങൾ പറഞ്ഞു, ലൗ ജലസ്ന ഹത്താ നുസല്ലി മഅൽ ഇശാ, ഏതായാലും മഗ്രിബ് നമസ്കരിച്ചല്ലോ, ഇനി എന്തായാലും അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം ഇശാ നമസ്കാരവും കൂടി കഴിഞ്ഞ് നമുക്ക് പോകാം. അങ്ങനെ അബൂ മൂസ പറയാണ്, ഖാല ഫജലസ്ന, അങ്ങനെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലിരുന്നു. ഇശാന്റെ സമയമായപ്പോൾ ഫഖറജ്ന അലൈന, അള്ളാഹുവിൻ്റെ റസൂൽ പള്ളിയിലേക്ക് കടന്നു വന്നു. ഫഖാല, ഇത് കണ്ട മാത്രയിൽ മഗ്രിബ് നമസ്കരിച്ച ആളുകളൊക്കെ പള്ളിയിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സഹാബത്തിനോട് ചോദിച്ചു, മാ സിൽതും ഹാഹുന, എന്താ സഹാബത്തെ നിങ്ങളെല്ലാവരും പള്ളിയിൽ ഇങ്ങനെ കൂടിയിരിക്കുന്നു? മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഞാൻ ഇശാ നമസ്കാരത്തിലേക്ക് വരുമ്പോൾ നിങ്ങളെല്ലാവരും പള്ളിയിൽ കാണുന്നുണ്ടല്ലോ. അബൂ മൂസ പറയാണ്, ഖുൽന, ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, സല്ലൈന മഅക്കൽ മഗ്രിബ്, ഞങ്ങൾ അങ്ങയോടൊപ്പം മഗ്രിബ് നമസ്കരിച്ചു. സുമ്മ ഖുൽന, പിന്നീട് ഞങ്ങൾ പറഞ്ഞു, നജ്ലിസു ഹത്താ നുസല്ലി മഅക്കൽ ഇശാ, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാം, നബിയെ അങ്ങയോടൊപ്പം ഇശാ നമസ്കാരം കൂടി കഴിഞ്ഞ് ഞങ്ങൾക്ക് പോകാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, ഖാല അഹ്സൻതും ഔ അസബ്തും, നിങ്ങൾ നല്ലൊരു കാര്യമാണ് ചെയ്തത്, നിങ്ങൾ വലിയൊരു പ്രതിഫലമുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്തത് എന്ന് റസൂലുള്ളാഹി അതിനോട് പ്രതികരിച്ചു. എന്നിട്ട് അബൂ മൂസ അശ്അരി പറയാണ്, ഖാല ഫറഫഅ റഅസഹു ഇലസ്സമാ, എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ തല ആകാശലോകത്തേക്ക് ഉയർത്തി. സ്വഹാബത്ത് പറയാണ്, വകാന കസീറൻ മാ യർഫഉ റഅസഹു ഇലസ്സമാ, ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിനൊരു പതിവാണ്, അള്ളാഹിൻ്റെ റസൂൽ ഉപരിലോകത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. നക്ഷത്രങ്ങളും തന്നിലേക്ക് വഹി ഇറങ്ങുന്നതുമൊക്കെ പ്രതീക്ഷിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ആദത്തായിരുന്നു ഉപരിലോകത്തേക്ക് നോക്കിയിരിക്കുക എന്നുള്ളത്. അല്പസമയം അള്ളാഹുവിൻ്റെ റസൂൽ ഉപരിലോകത്തേക്ക് നോക്കിയിരുന്നതിന് ശേഷം ഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അന്നുജൂമു അമനത്തുൽ ലിസ്സമാ, ഇക്കാണുന്ന നക്ഷത്രങ്ങളുണ്ടല്ലോ സഹാബത്തെ, അത് ആകാശലോകങ്ങൾക്കുള്ള ഒരു സുരക്ഷിതത്വമാണ്. ഫഇദാ ദഹബത്തിൻ നുജൂമു അതസ്സമാഅ മാ തുഅദ്, ഇക്കാണുന്ന നക്ഷത്രങ്ങൾ അത് ആകാശലോകങ്ങളിൽ നിന്ന് നീങ്ങിപ്പോയാൽ എന്താണോ ആകാശലോകങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വാഗ്ദാനം ചെയ്തത് അത് വന്നെത്തുകയായി എന്ന് പറഞ്ഞാൽ
നമുക്കറിയുന്നത് പോലെ ഖിയാമത്ത് നാളിൻ്റെ അലാമത്തായി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ് നക്ഷത്രങ്ങൾ അത് ഉതിർന്നു വീണാൽ. എന്ന് പറഞ്ഞാൽ ആകാശ ലോകങ്ങളുടെ നിലനിൽപ്പ് തന്നെ നക്ഷത്രങ്ങൾ ഉള്ളിടത്തോളം കാലമാണ്. ആ നക്ഷത്രങ്ങൾ അതിൽ നിന്ന് കൊഴിഞ്ഞു വീണാൽ പിന്നീട് ഈ ലോകമില്ല. അത് ഖിയാമത്ത് നാള് സംഭവിക്കുകയായി. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വ അന അമനത്തുൽ ലി അസ്ഹാബി, ഞാൻ നബിയാകുന്ന ഞാൻ എൻ്റെ സഹാബത്തിനുള്ള ഒരു സുരക്ഷിതത്വമാണ്. ഫഇദാ ദഹബതു, ഞാൻ നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോയാൽ, മരണത്തോടുകൂടി ഞാൻ നിങ്ങളിൽ നീങ്ങിപ്പോയാൽ, അത അസ്ഹാബി മാ യുഅദൂൻ, നക്ഷത്രങ്ങൾ ആകാശലോകങ്ങളിൽ നീങ്ങിപ്പോയാൽ പിന്നീട് ആകാശലോകങ്ങൾക്ക് എന്താണോ വന്നെത്തുക, എത്രമാത്രം സുരക്ഷിതത്വമാണോ ആകാശലോകങ്ങൾക്ക് നക്ഷത്രം, അത്രമാത്രം സുരക്ഷിതത്വമാണ് എൻ്റെ സഹാബത്തിന് ഞാനാകുന്ന നബി. ഞാൻ നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോയാൽ അത അസ്ഹാബി മാ യുഅദൂൻ, സഹാബികൾക്ക് വാഗ്ദാനം ചെയ്തത് എന്തൊക്കെയാണോ അതൊക്കെ സഹാബികളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. സത്യത്തിൽ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് ഒരു സുരക്ഷിതത്വമായിരുന്നു, അല്ലെ, ഒരു താങ്ങായിരുന്നു, ഒരു തണലായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് എന്തു തന്നെ ആവശ്യങ്ങൾ ഉണ്ടായാലും ഒരു സമാധാനത്തിൻ്റെ ഗേഹമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ചരിത്രം വായിക്കുന്ന ആളുകൾക്കറിയാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതോടുകൂടി ഈ പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ സ്വഹാബത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരുപാട് മുസീബത്തുകൾ അവരിലേക്ക് കടന്നു വന്നു. ആദ്യമായി കുറച്ചാളുകൾ പ്രത്യേകിച്ച് അറാബികളിൽപ്പെട്ട ചില ആളുകൾ അവർ സക്കാത്ത് നിഷേധിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ അവരെന്ത് ചെയ്തില്ല? സക്കാത്ത് നൽകിയില്ല, സക്കാത്ത് നിഷേധിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമ സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവരോട് ആവുന്നത് സംസാരിച്ചു. നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഒട്ടകത്തിൻ്റെ കയറാണ് സക്കാത്തായി നൽകിയിരുന്നതെങ്കിൽ അത് ഞാൻ നിങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. അവർ സക്കാത്ത് നിഷേധിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആദ്യത്തെ യുദ്ധം ഈ സക്കാത്ത് നിഷേധിച്ച ആളുകളോടായിരുന്നു. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് വാഗ്ദാനം ചെയ്ത മുസീബത്തുകൾ. അങ്ങനെ യുദ്ധമുണ്ടായി. നമുക്കറിയുന്നത് പോലെ പിന്നീട് മുസൈലിമത്തുൽ കദ്ദാബിനെ പോലുള്ള ചില കള്ളപ്രവാചകന്മാർ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു. അതുപോലെ തന്നെ സഹാബികൾക്കിടയിൽ അല്പം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. സുഫീൻ പോലെ, ജമൽ യുദ്ധങ്ങൾ പോലെ ചില യുദ്ധങ്ങൾ സഹാബികൾക്കിടയിൽ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബത്തിൻ്റെ സുരക്ഷിതത്വമായിരുന്നു. നബി ആ സമൂഹത്തിൽ നിന്ന് പോയതോടുകൂടി സഹാബികൾക്കിടയിൽ അല്ലറ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവസാനമായി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വഅസ്ഹാബി, എൻ്റെ സഹാബത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബത്തിന് വർണ്ണിച്ചു പറഞ്ഞ ഹദീസുകൾ നിരവധിയാണ് സഹോദരങ്ങളെ. സഹാബത്തുമായി ബന്ധപ്പെട്ട ഫضലുകൾ റസൂൽ പറഞ്ഞു, വഅസ്ഹാബി, എൻ്റെ സഹാബത്ത് അമനത്തുൽ ലി ഉമ്മത്തി, ഈ ഉമ്മത്തിൻ്റെ സുരക്ഷിതത്വമാണ്. എൻ്റെ സഹാബത്ത് ഈ ഉമ്മത്തിൻ്റെ സുരക്ഷിതത്വമാണ്. ഫഇദാ ദഹബ അസ്ഹാബി, എൻ്റെ സഹാബികൾ ഈ ഉമ്മത്തിൽ നിന്ന് മരണത്തോടുകൂടി നീങ്ങിപ്പോയാൽ അത ഉമ്മത്തി മാ യുഅദൂൻ, എൻ്റെ ഈ ഉമ്മത്തിന് എന്താണോ വാഗ്ദാനം ചെയ്യപ്പെട്ട മുസീബത്തുകൾ അതൊക്കെ ഈ ഉമ്മത്തുകളിലേക്ക് വരും എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, സഹാബികളുടെ മരണശേഷം ഈ ഉമ്മത്തിലേക്ക് കടന്നു വന്ന ഫിത്നകൾ എത്രയാണ്! എന്തൊക്കെ ഫിത്നകളാണ് ഈ ഉമ്മത്തിലേക്ക് കടന്നു വന്നത്! ഷിർക്കായി കടന്നു വന്നു, ബിദ്അത്തുകളായി കടന്നു വന്നു, ഒരുപാട് നൂതനാശയങ്ങൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നതൊക്കെ സ്വഹാബികളുടെ മരണശേഷമാണ്. അതേ സ്ഥാനത്ത് സ്വഹാബികൾ നിലനിൽക്കെ മതപരമായ വിഷയങ്ങളിൽ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും അതവർ പരിഹരിച്ചിരുന്നു. കാരണം അതിനുള്ള ശേഷിയും കഴിവും സ്വഹാബത്തിനുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഇന്നും നിങ്ങൾ നോക്ക്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ മരണത്തിന് ശേഷം ഈ ഉമ്മത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഫിത്നകൾ. അതുകൊണ്ടാണ് ഈ ഉമ്മത്തികളോട് ആവർത്തിച്ച് പറയുന്നത്, നമ്മൾ ആ സഹാബത്തിൻ്റെ മാർഗത്തെ പിൻപറ്റണം. അതാണ് മൻഹജുസ് സലഫ് എന്ന് പറയുന്നത്. മുൻഗാമികളുടെ പാത എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും എപ്രകാരമാണോ സഹാബത്ത് മനസ്സിലാക്കി അത് വിശ്വസിച്ചാചരിച്ചത് അതുപോലെ ഉമ്മത്തും ആചരിക്കണമെന്നുള്ളതാണ്. കാരണം വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം കണ്ടവരാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അവിടുത്തെ തിരുനാവിൽ നിന്ന് കേട്ടുപഠിച്ചവരാണ് സഹാബത്ത്. അതുകൊണ്ടാണ്
നിങ്ങൾ സ്വഹാബികളെ മാതൃകയാക്കണം. എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം സഹോദരങ്ങളെ സഹാബികളെ മാതൃകയാക്കിയാൽ മതി. എന്തൊരു കാര്യത്തിൽ, നമ്മുടെ വിശ്വാസ കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ, സഹാബികൾ എങ്ങനെയാണത് മനസ്സിലാക്കിയത് അല്ലേ? ഖുർആനിന്റെ ആയത്തുകളിൽ തർക്കിക്കുന്ന ആളുകൾ, ഹദീസ് കൊണ്ട് തർക്കിക്കുന്ന ആളുകൾ, നമ്മൾ മനസ്സിലാക്കുക ഈ ആയത്ത് എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മനസ്സിലാക്കിയത്, എങ്ങനെയാണോ അത് മനസ്സിലാക്കിയ രൂപത്തിൽ അവർ ആചരിച്ചത്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പറഞ്ഞ് ഇന്ന് എത്ര തർക്കിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അവർക്കൊക്കെയുള്ള ഒരൊറ്റ മൂല്യാണ് ഈ സുന്നത്ത്. എപ്രകാരമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മനസ്സിലാക്കിയതെന്ന് മനസ്സിലാക്കിയാൽ മതിയാകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ സഹാബത്തിനെ ആദരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ആദ്യമായി മുന്നോട്ട് വന്നവരും, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മയിൽ സുഹൃതം ചെയ്തുകൊണ്ട് അവരെ പിൻപറ്റിയ ആളുകൾ, അഥവാ താബീങ്ങളും തബഅത്താബീങ്ങളും. അല്ലാഹു സുബ്ഹാനഹു തആല അവരെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലേ, റളിയല്ലാഹു അൻഹും വറദു അൻ, അല്ലേ? നമുക്ക് അള്ളാഹുവിന് തൃപ്തിയുണ്ട് എന്ന് പറയാം, പക്ഷെ നമ്മളെ ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് സഹോദരങ്ങളെ ആധികാരികമായി പറയാൻ ആർക്കെങ്കിലും സാധിക്കോ? പക്ഷെ സഹാബത്ത് എന്ന ഒരു ജനതയെ സംബന്ധിച്ച് അള്ളാഹ് പറയാണ് റളിയല്ലാഹു അൻഹും, അല്ലാഹു സുബ്ഹാനഹു തആല അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരു ജനതയെ, ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ ഒന്നടങ്കം അല്ലാഹു സുബ്ഹാനഹു തആല ഉപരിലോകത്തിന് തൃപ്തിപ്പെടണമെങ്കിൽ എത്രമാത്രം നല്ല മനുഷ്യന്മാരായിരിക്കും അവർ, അല്ലെ? നമുക്ക് ആർക്കെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് ശേഷം ഏതെങ്കിലും ഒരാൾക്ക് എന്നെ അള്ളാഹ് തൃപ്തിപ്പെട്ടിട്ടുണ്ടെന്ന് പറയാൻ കഴിയുമോ? നമുക്ക് വാദിക്കാം, പക്ഷെ അത് അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ടോ? സഹാബത്തിനെ അല്ലാതെ. റളിയല്ലാഹു അൻഹും വറദു അൻ, അവരെ കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുവിനെ സംബന്ധിച്ച് അവരും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയാൻ, വഅദ്ദ ലഹും, അവർക്ക് നാം ഒരുക്കിയിട്ടുണ്ട് ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗലോകങ്ങൾ ഈ സഹാബത്തിനു വേണ്ടി ഞാൻ ഒരുക്കിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്. ഖാലിദീന ഫീഹാ അബദ, ഈ സഹാബത്ത് അവർ ഈ സ്വർഗലോകത്ത് നിത്യവാസികളായിരിക്കും. ദാലിക്കൽ ഫൗസുൽ അദീം, അതാണ് ഈ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ജനതക്ക് നല്ലൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സഹാബത്തിനും താബീങ്ങൾക്കുമാണ്. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, ഖൈറുൻ നാസി ഖർനി, ഏറ്റവും നല്ല തലമുറ എന്ന് പറയുന്നത് എന്നോടൊപ്പം സഹവസിക്കുന്ന, എന്നോടൊപ്പം ജീവിക്കുന്ന സഹാബത്താണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് ആ സഹാബികളെ കണ്ടു വളർന്ന താബീങ്ങൾ, സുമ്മല്ലദീന യലൂനഹും, പിന്നീട് ആ താബീങ്ങളെ കണ്ടു വളർന്ന തബഉത്താബീങ്ങളും. അതുകൊണ്ടാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിൽ വേദക്കാരോട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതെന്നറിയോ, ഫഇൻ ആമനൂ ബിമിത്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ. വേദക്കാരോട് പറയാണ്, ഫഇൻ ആമനൂ, അവർ വിശ്വസിച്ചുവെങ്കിൽ. എങ്ങനെ? ബിമിത്ലി ആമൻതും ബിഹി, എൻ്റെ സഹാബത്ത്, പൂർവികരായ സഹാബത്ത് വിശ്വസിച്ചതുപോലെ ഈ ജൂത ക്രൈസ്തവർ വേദക്കാർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഫഖദ് ഇഹ്തദൂ, അവർ ഹിദായത്ത്, നേർമാർഗം പ്രാപിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന എന്തു തന്നെ ഭിന്നതകളാകട്ടെ, എന്തു തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളാകട്ടെ, എല്ലാവരോടും നമുക്ക് പറയുവാനുള്ളത്, നിങ്ങളൊക്കെ സഹാബത്തിൻ്റെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കണം എന്നുള്ളതാണ്. ഏത് വിഷയം നിങ്ങൾ എടുത്തു സഹോദരങ്ങളെ, കാരണം ഖുർആൻ ഇറങ്ങിയത് നമ്മളിലേക്കല്ല, സുന്നത്ത് ഇറങ്ങിയത് നമ്മളിലേക്കല്ല, മറിച്ച് ഖുർആനും സുന്നത്തും ഇറങ്ങിയത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരായത്ത് എപ്രകാരമാണ് അവർ മനസ്സിലാക്കിയത്, ഒരു സുന്നത്ത് എപ്രകാരമാണ് മനസ്സിലാക്കിയത് എന്ന് ഹദീസുകളിൽ നിന്ന്, താരീഖുകളിൽ നിന്ന് സഹോദരങ്ങളെ അവർ മനസ്സിലാക്കിയതുപോലെ നമ്മൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ നമുക്കിടയിൽ ഉണ്ടാകുന്ന എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും നീങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന അതിമനോഹരമായ ഒരു വാക്ക് പണ്ഡിതന്മാർ എടുത്തുദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, മൻ കാന മുസ്തന്നൻ ഫല്യസ്തന്ന ബിമൻ ഖദ് മാത്, ആർക്കെങ്കിലും ദീനീപരമായ ഒരു കാര്യത്തിൽ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് മരിച്ചുപോയ സഹാബത്തിന്റെ മാർഗത്തെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്, ജീവിച്ചിരിക്കുന്നവരെയല്ല, മരിച്ചുപോയ സഹാബത്തിന്റെ മാർഗത്തെയാണ്
നിങ്ങൾ പിൻപറ്റേണ്ടത്. കാരണം ഫഇന്നൽ ഹയ്യ ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന, ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആര് തന്നെ ആയിക്കൊള്ളട്ടെ, അവർ എത്ര വലിയ പണ്ഡിതന്മാർ തന്നെ ആയിക്കോട്ടെ, പക്ഷെ അവർക്ക് മാർഗഭ്രംശം സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് ഒരാൾക്കും നിർഭയനാകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് നൽകിയ നല്ല വിഭാഗം എന്ന് പറഞ്ഞത് സഹാബത്ത് മാത്രമാണ്. അതല്ലാത്ത ആളുകളിൽ നിന്നൊക്കെ സഹോദരങ്ങളെ ഫിത്നകൾ ഉണ്ടാകാം, കുഴപ്പങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് അന്ധമായി ആർക്കെങ്കിലും ഒരു മാർഗത്തെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്, മരിച്ചുപോയ സഹാബത്തിന്റെ പാതയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സഹോദരങ്ങളെ നമ്മെ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. എത്ര സത്യമാണ്! ഇന്ന് നോക്ക് നിങ്ങൾ, നമ്മൾ ഈ ഒരു നബിദിനവുമായി ബന്ധപ്പെട്ട് കണ്ട കാഴ്ചകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? ബിംബാരാധനയെ ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്ത്, അല്ലേ, ശിർക്കും ബിദ്അത്തും പാടില്ലെന്ന് പഠിപ്പിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇബാദത്തുകളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് മാത്രം തിരിച്ചുവിടണമെന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ ജന്മദിനം സഹോദരങ്ങളെ എങ്ങനെ കൊണ്ടാടി എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൻ്റെ പേരിൽ ബിംബങ്ങൾക്ക് സല്യൂട്ട് അടിക്കുന്നിടത്തിലേക്ക് ഈ ഉമ്മത്തിലെ ചില മക്കൾ മാറിയെങ്കിൽ സഹോദരങ്ങളെ എത്ര സത്യമാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞത്. ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഫിത്ന ഉണ്ടാകുകയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഇവരെ നയിക്കുന്നത് പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകളാണ് സഹോദരങ്ങളെ. എന്താ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ബിംബങ്ങൾക്ക് മുമ്പിൽ സല്യൂട്ട് അടിച്ച് അതിനെ വന്ദിക്കുന്ന ഒരു സമൂഹം ഈ ഉമ്മത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം നിങ്ങൾ കണ്ടില്ലേ, മാവേലിയും മുസ്ലിയാരും ഒന്നിച്ച പല സ്ഥലങ്ങളിലും. സഹോദരൻ, അതവരുടെ വിശ്വാസമാണ്, അവരുടെ ഇബാദത്താണ്, അവരുടെ ആദർശമാണ്, അതവർ കൊണ്ട് നടക്കേണ്ടതാണ്, യാതൊരു തർക്കവുമില്ല. പക്ഷെ മുസ്ലിമിനെ സംബന്ധിച്ചോളം പറ്റുമോ? പറ്റൂല. കാരണം ഷിർക്കിന്റെ ഒരു ലാഞ്ചന പോലും ഒരു വിശ്വാസിയുടെ ആദർശത്തിലേക്കോ നടപടിക്രമത്തിലേക്കോ കടന്നു വരാൻ പാടില്ല. എത്ര സ്ഥലങ്ങൾ നമ്മൾ കണ്ടു, മാവേലി ഒന്നിച്ചു നടക്കുന്നു, മുസ്ലിയാർ ഒന്നിച്ചു നടക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിൽ ഭയപ്പെട്ട കാര്യങ്ങളൊക്കെ പുലർന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ലാ തഖൂമു സ്സാഅ, അന്ത്യദിനം സംഭവിക്കുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിയാമത്തുമായി ബന്ധപ്പെട്ട പ്രവാചനങ്ങൾ പുസ്തകങ്ങളായി രചിക്കപ്പെട്ടിട്ടുണ്ട്. അത് മലയാള വിവർത്തനങ്ങൾ പോലുമുണ്ട്. അതിൽ അലാമത്തു സായിൽ അലാമത്തുൽ കുബറയുണ്ട്, അലാമത്തു സുഹറയുണ്ട്. വലിയ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളുണ്ട്, ചെറിയ അടയാളങ്ങളുണ്ട്. ചെറിയ അടയാളങ്ങൾ നിരവധി കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് താക്കീത് നൽകിയിട്ടുണ്ട്. അതിലെന്തെന്നറിയോ? ലാ തഖൂമു സ്സാഅ, അന്ത്യദിനം സംഭവിക്കുകയില്ല. ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എൻ്റെ ഉമ്മത്തികളിൽപ്പെട്ട ഖബീലകൾ, സംഘങ്ങൾ മുശ്രിക്കുകളുമായി ചെന്നു ചേരുന്നതുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? ഏതായാലും അള്ളാഹുവിൻ്റെ റസൂൽ പ്രവചിച്ചതല്ലേ, അതുകൊണ്ട് അതിൽ ചെന്ന് ചാടാനാ അല്ല. ഒരു വഴിക്ക് ഇവിടെ കുഴിയുണ്ട്, അപകടമുണ്ട്, ശ്രദ്ധിക്കണമെന്നൊരു ബോർഡ് സ്ഥാപിച്ചാൽ എന്തായാലും ബോർഡ് സ്ഥാപിച്ചതിൽ ആ കുഴിയിൽ പോയി വീഴാമെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് അല്ല. ബുദ്ധിയുള്ളവൻ എന്താ ചിന്തിക്കുക? ഇതിലൊരു അപകടം പതിഞ്ഞിരിക്കുന്നുണ്ട്, നിർദ്ദേശം നൽകേണ്ട ആളുകൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ബാധ്യത അത് എൻ്റേതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ഉമ്മത്തിലേക്ക് ഷിർക്ക് കടന്നു വരും, തിരിച്ചുപോയ ഷിർക്ക് പലതും ഈ ഉമ്മത്തിലേക്ക് കടന്നു വരും. ആ കടന്നു വരുന്ന ആ ഷിർക്കിലേക്ക് എൻ്റെ ഉമ്മത്ത് പെട്ടുപോകരുത്. ഈ ഖബായിലുകൾ, ഒരു സംഘം ആളുകൾ മുശ്രിക്കുകളുമായി ചെന്നു ചേർന്നില്ലേ? മാവേലിയുമായി കൂട്ടുകൂടിയില്ലേ? മാവേലിയുമായി ഘോഷയാത്ര നടത്തിയില്ലേ? അമ്പലത്തിലേക്ക്, ബിംബങ്ങളിലേക്ക് സല്യൂട്ട് അടിച്ചില്ലേ? എന്നിട്ട് സഹോദരങ്ങളെ, അതിലൊരു തെറ്റു കാണാത്ത സമുദായത്തിന്റെ നേതാക്കന്മാർ, അതിൽ നിന്ന് കുറ്റം പറയാത്ത സമുദായത്തിന്റെ നേതാക്കന്മാർ, എന്തിനേറെ മുസ്ലിം സഹോദരങ്ങൾ ദിവസങ്ങളോളം അതിന്റെ സ്റ്റാറ്റസ് വെച്ച് ആഘോഷിച്ച് നമ്മൾ കണ്ടു. ഷിർക്ക് എന്താണ്, തൗഹീദ് എന്താണെന്ന് പോലും സഹോദരങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ ഈ സമൂഹത്തിൽ സംജാതമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആവർത്തിച്ചു പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ മാർഗത്തെ പിൻപറ്റണം. കാരണം അവരാണ് ഈ സമുദായത്തെ നേർവഴിയിൽ നയിക്കാൻ ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം പിൻപറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സഹാബത്തിനെ ആ വർണ്ണിച്ച കൂട്ടത്തിൽ
അവിടുന്ന് വീണ്ടും പറഞ്ഞു ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആർക്കെങ്കിലും പിൻപറ്റാൻ ഏറ്റവും അർഹതപ്പെട്ടിട്ടുള്ളത് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. എന്നിട്ട് ഒരു 4ഓളം സഹാബത്തിന്റെ പ്രത്യേകത അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്. ഒന്നെന്നറിയോ, കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അത് സഹാബത്താണ്. വഅബറഹാ ഖുലൂബൻ, നന്മ നിറഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളാണ്. അല്ലേ സഹോദരങ്ങളെ, സഹാബികളെ പോലെ നല്ല മനസ്സിന്റെ ഉടമകളാകാൻ ആർക്കായി ലോകത്ത് സാധിക്കുക? എത്ര ഉദാഹരണങ്ങളുടെ സഹാബികളുടെ വിഷയത്തിൽ. അതുപോലെ തന്നെ പാണ്ഡിത്യത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം നിലനിൽക്കുന്ന ആളുകൾ, അവര് പാണ്ഡിത്യത്തിന്റെ വിഷയത്തിൽ വെല്ലുന്ന ഒരാളും പിന്നീട് കടന്നു വന്നിട്ടില്ല. അതുപോലെ തന്നെ നാട്യമില്ലാത്ത ആളുകളാണ്. അല്ലെ സഹോദരങ്ങളെ, ഇന്നിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പലതും പ്രകടനമാണ്. സഹാബികൾക്ക് അതറിയില്ല. അവർ പച്ചയായ മനുഷ്യന്മാരാണ്, നാട്യം അവർക്കറിയില്ല. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നത് ജീവിതത്തിൽ അവരുടെ തീരെ നാട്യമില്ലാത്ത ആളുകളാണ്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു, അവർ ജനവിഭാഗമാണ്. ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രം മതി സഹോദരങ്ങളെ. എന്തുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ മാർഗം പിൻപറ്റണമെന്ന് പറയാൻ കാരണം? ഇബ്നു മസ്ഊദ് പറയാണ്, ഇഖ്താറഹുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തിരിക്കുന്നു ലിസുഹ്ബത്തി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം സഹവസിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്തൊരു ജനവിഭാഗമാണ് സഹാബത്ത്. അതാണ് അവരുടെ പ്രത്യേകത. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ പിൽക്കാലഘട്ടക്കാരായ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആ റസൂലിന്റെ കാലഘട്ടത്തിൽ ജനിപ്പിച്ചില്ല? അതിനു മുമ്പത്തെ ആളുകൾ എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അക്കാലഘട്ടത്തിൽ ജനിപ്പിച്ചില്ല? അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനമാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞത്, ഏറ്റവും നന്മ നിറഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളാണ് അവർ, ഈ സമൂഹത്തിൽ ഏറ്റവും നല്ലവരാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹബത്തിൽ, അവിടുത്തെ ശിക്ഷണത്തിൽ വളരാൻ അല്ലാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്തത്. വഇഖാമത്തി ദീനിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല ആ ജനവിഭാഗത്തെ കൊണ്ടാണ് ദീനിന് നിലനിൽപ്പുണ്ടാക്കിയത്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ അല്ലാഹു പരീക്ഷിച്ചതിൽ ഈ ഉമ്മത്തിന് ഗുണപാഠമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് എന്തെങ്കിലും നന്മ നൽകിയിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മത്തിന് ഗുണപാഠമുണ്ട്. അല്ലെ സഹോദരങ്ങളെ, എത്ര സഹാബികളുടെ ജീവൻ നൽകിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദീനിനെ നമുക്ക് നിലനിർത്തി തന്നത്. അതാണ് അവരുടെ ഫദ്ല്. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഅരിഫൂ ലഹും ഫദ്ലഹും, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? സഹാബത്തിന്റെ ഫദ്ല് നിങ്ങൾ പഠിക്കണം, സഹാബത്തിന്റെ ഫദ്ല് നിങ്ങൾ മനസ്സിലാക്കണം. എങ്കിൽ ഈ തോന്നിവാസം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്തിനെ പോലെ സ്നേഹിച്ച ഒരു ജനതയെ പിന്നീട് ഒരാൾക്കെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ സഹോദരങ്ങളെ? അവരുടെ ജീവിതത്തിൽ എത്ര നിവേദനങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രകടനം, ഏതെങ്കിലും ഒരു കർമ്മം നിബിദിനുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ചെയ്തെങ്കിൽ സഹോദരങ്ങൾ നമുക്ക് ചെയ്യാമായിരുന്നു. നോക്ക് നിങ്ങൾ, ആ സഹാബത്തിന്റെ നടപടിക്രമത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയത് കൊണ്ട് എത്ര അപകടങ്ങളാണ് മുസ്ലിം ഉമ്മത്തിന് ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഫഅരിഫൂ ലഹും ഫദ്ലഹും, ആ സഹാബത്തിന്റെ ശ്രേഷ്ഠത നിങ്ങൾ പഠിക്കണം. അല്ലേ സഹോദരങ്ങളെ, എത്ര സമയം നിങ്ങൾ മൊബൈൽ ചെലവഴിക്കുന്നുണ്ട്? റീൽസ് കാണാൻ, ഫേസ്ബുക്ക് കാണാൻ, ട്വിറ്റർ കാണാൻ, അതുപോലുള്ള സോഷ്യൽ മീഡിയയിൽ എത്ര സമയം നമ്മൾ ചെലവഴിക്കുന്നു. നിങ്ങൾ നോക്കിങ്ങൾ, ഭാഷ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനം എന്ന് പറയുന്നത് ഇന്ന് വിരൽ തുമ്പുകൾക്കിടയിലാണ്. അല്ലേ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ നോക്കിങ്ങൾ, ഫദ്ലു സഹാബ ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്ക് അങ്ങനെയുണ്ട്, മലയാളത്തിൽ അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് എത്ര പഠിക്കാൻ സാധിക്കും സഹോദരങ്ങളെ. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞത്, ഫഅരിഫൂ ലഹും ഫദ്ലഹും, അവരുടെ ശ്രേഷ്ഠത നിങ്ങൾ അറിയണം, പഠിക്കണം. വത്തബിഉ ആഥാറഹും, അതുകൊണ്ട് അവരുടെ കാൽപ്പാടുകൾ നിങ്ങൾ പിൻപറ്റണം. ഒരു പേടിയും വേണ്ട സഹോദരങ്ങളെ. സഹാബത്ത് വിശ്വസിച്ചതുപോലെ, സഹാബത്ത് ദീൻ ആചരിച്ചതുപോലെ അന്ധമായി നിങ്ങൾ അനുകരിച്ചോളൂ, അന്ധമായി വിശ്വസിച്ചോളൂ. നിങ്ങളെ സ്വർഗത്തിലേക്ക് ആ സഹാബത്ത് കൊണ്ടെത്തിക്കും. ഒരു പേടിയും വേണ്ട. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണത്തിൽ വളർന്നവരാണ് സഹാബത്ത്. അവർക്ക് തെറ്റുപറ്റിയിട്ടില്ല. കാരണം അവർക്കെങ്ങാനും ഒരു തെറ്റുണ്ടായാൽ അത് ഉപരിലോകത്തും തിരുത്തിയിരുന്നു. സഹാബത്തിന്റെ ഒരു തെറ്റിനെ പോലും അല്ലാഹു സുബ്ഹാനഹു വതആല ബാക്കി വെച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിനാൽ ആയത്തിറക്കിയിട്ട് സഹാബത്തിനെ തിരുത്തി പഠിപ്പിച്ചു.
അതുകൊണ്ട് വത്തബിഉ ആഥാറഹും, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, അവരുടെ കാൽപ്പാടുകൾ അന്ധമായി പിൻപറ്റിക്കൊള്ളുക, നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. വതമസ്സകൂ ബിഹാ, അതുകൊണ്ട് അവരെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഇനിസ്തതഅതും, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി, മിൻ അഖ്ലാഖിഹിം വദീനിഹിം, അവരുടെ സ്വഭാവവും അവരുടെ ദീനും നിങ്ങൾ കഴിവിന്റെ പരമാവധി സ്വഹാബത്തിൻ്റെത് കണ്ടുപഠിക്കൂ എന്ന് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവസാനമായി അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം, കാരണം അവരാണ് നേരായ പാതയിൽ നേരായ മാർഗത്തിൽ ചലിച്ചവർ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ സഹാബത്തിന് പഠിക്കുക. ആ സഹാബത്തിന്റെ വിശ്വാസവും ആചാരവും എപ്രകാരമായിരുന്നു അതുപോലെ നിങ്ങൾ പഠിക്കുക, പിൻപറ്റുക. എങ്കിൽ സഹോദരങ്ങളെ, വഴി തടയുന്നൊരു പ്രശ്നം മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് ഒരു കാരണവശാലും റസൂലുള്ളാഹിയുടെ ജന്മദിനത്തിൽ വഴി തടസ്സം ഉണ്ടാക്കിയിട്ടില്ല. ട്രെയിനിന് പോകുന്ന ആളുകളെ പോലും തടസ്സപ്പെടുത്തി മധുര വിതരണം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർ വിചാരം എന്താണെന്നറിയോ? ഞങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ആ ദിവസം അതിൻ്റെ ഇടയിൽ ബൈക്കിൽ കൂടി യാത്ര ചെയ്തവനാണ് ഞാൻ. എത്രയോ മനുഷ്യന്മാരെ കാറിലിരുന്ന് പിരാകുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ട്രെയിനിന് സമയമായി, പക്ഷേ ഏകദേശം 1 കിലോമീറ്ററോളം ആ ഭാഗത്തേക്കുള്ള വഴി തടസ്സമായിരുന്നു. എന്തിൻ്റെ പേരിൽ? ഒരു റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിന് കാരുണ്യമായി വന്ന ഒരു പ്രവാചകന്റെ പേരിൽ റോഡ് വഴി തടസ്സമുണ്ടാക്കുന്ന ആളുകൾ, അതിൻ്റെ പേരിൽ ഈ ഉമ്മത്തിന് നിയമപാലകർക്ക് കേസെടുക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അതിനേക്കാളും വലിയൊരു അപമാനം എന്താ സഹോദരങ്ങളെ? ഒരു റസൂലിൻ്റെ ജന്മദിനത്തിൻ്റെ പേരിൽ ഈ ഉമ്മത്തിൻ്റെ പേരിൽ നിയമപാലകർ കേസെടുക്കുക. എവിടേക്കായി ഉമ്മത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ ആ സഹാബത്തിനെ പഠിക്കണം, ആ സഹാബത്തിനെ പ്രചരിപ്പിക്കണം, ആ സഹാബത്തിൻ്റെ മാർഗം മുറുകെ പിടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിനെ പഠിക്കാൻ, ആ സഹാബത്തിനെ പകർത്താൻ, ആ സഹാബത്തിനെ പ്രചരിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين ما بعد. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിൽ ഇതുപോലുള്ള ഭിന്നതകൾ ഉണ്ടാകുമെന്ന് നൂറ്റാണ്ട് 14 മുമ്പ് നമ്മൾ താക്കീത് നൽകിയിട്ടുണ്ട്. ഈ ഭിന്നതകളിൽ ഏതൊരു നിലപാടാണ് മുസ്ലിമുകൾ സ്വീകരിക്കേണ്ടത്? അവിടെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ പാതയാണ്. നോക്കുങ്ങൾ, ഈ ഉമ്മത്തിൽ ഭിന്നതകൾ ഉണ്ടാകും. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ഉമ്മത്തുകളിലേക്ക് കടന്നു വന്ന നബിയാണ്. ഇതിനു മുമ്പ് ഒരുപാട് സമൂഹങ്ങൾ, സമുദായങ്ങൾ, പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ ഭിന്നിച്ചു പോയിട്ടുണ്ട്. ആ ഭിന്നതകൾ എങ്ങനെയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ ജൂതന്മാർ അവർ ഒറ്റ സമുദായമായിരുന്നു, ഒരു പ്രവാചകന്റെ അനുയായികളായിരുന്നു. പക്ഷെ അവർ പിന്നീട് എന്തുണ്ടായോ? അവർ 71 വിഭാഗങ്ങളായി ഭിന്നിച്ചു. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ സഹാബത്ത് പറയുന്നത്, നിങ്ങൾക്ക് തൊട്ട് മുമ്പ് കഴിഞ്ഞ നസാറാക്കൾ, അവരെ സംബന്ധിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വഇന്ന ബനി ഇസ്രായീല തഫറഖത് അലാ 72 മില്ല. ജൂതന്മാർ 71 ആണെങ്കിൽ അവരെയും കടത്തിവെട്ടി ക്രിസ്ത്യാനികൾ എന്തായെന്നറിയോ? 72 വിഭാഗങ്ങളായി. മുസ്ലിങ്ങൾക്കിടയിൽ തല്ലിനിടയിൽ, നമ്മളെ വാഗ്വാദങ്ങൾക്കിടയിൽ ക്രിസ്ത്യാനികളുടെ അഭിപ്രായത്തെ നമ്മൾ കാണാതെ പോവുകയാണ്. മീഡിയകൾ അത് നമുക്ക് കാണിക്കാത്തതുകൊണ്ടാണ്. എത്ര സഭകൾ തമ്മിൽ തർക്കമുണ്ടെന്നറിയോ? എത്ര പള്ളികൾക്ക് തമ്മിൽ കേസുണ്ടെന്നറിയോ? പക്ഷെ മുസ്ലിങ്ങളുടെ പ്രശ്നം കാരണം മീഡിയകൾ അത് കാണിക്കാത്തതുകൊണ്ടാണ്. മുസ്ലിങ്ങളോളം ഭിന്നതകൾ അവർക്കിടയിൽ ഉണ്ട്. അത് അല്ലാഹുവിൻ്റെ റസൂല് കാലക്കൂട്ടി പറഞ്ഞതാണ്. അവർ 72 വിഭാഗങ്ങളായി. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു കാര്യം എന്നറിയോ? എൻ്റെ ഉമ്മത്ത് സതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല ഔ ഫിർഖ. എന്ന് എൻ്റെ ഉമ്മത്ത് എന്തെന്നറിയോ? 73 വിഭാഗങ്ങളായി ഭിന്നിക്കും. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതല്ലേ, നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ചേരാന്ന് ഒരു വിശ്വാസി വിചാരിക്കേണ്ടത്? റസൂൽ പറഞ്ഞതല്ലേ. ഏതായാലും ഭിന്നതകൾ ഉണ്ടാകും, നമ്മൾ ഏതെങ്കിലും ഒരു കക്ഷിൻ്റെ കൂടെ നിൽക്കാന്ന്. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാചകം എന്താണെന്നറിയോ? ഒരു ഈമാനുള്ള വിശ്വാസി മനസ്സിൽ ഏറ്റവും പേടിയോടുകൂടി കേൾക്കേണ്ട ഒരു വാചകമാണ്. എന്തറിയോ? അള്ളാഹു റസൂൽ പറഞ്ഞു, എൻ്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളായി ഭിന്നിക്കും.
കുല്ലുഹും ഫിന്നാർ. എല്ലാവരും 73 നരകത്തിരുന്ന ഒരാളെ ഒഴിവാക്കിയിട്ടില്ല. ആ വാചകത്തിൽ ഒരാളെയും ഒഴിവാക്കിയിട്ടില്ല. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. എന്നിട്ട് അള്ളാഹിന്റെ റസൂല് അതിൽ നിന്ന് ഒരു വിഭാഗത്തെ ഊരിയെടുക്കാൻ ആരെന്നറിയോ? ഇല്ല മില്ലത്തും വാഹിദ, ഒരൊറ്റ കക്ഷി ഒഴികെ അവർ മാത്രം നരകത്തിലല്ല, അവർ സ്വർഗത്തിന്റെ അഹലുകാരാണ്. ബാക്കിയൊക്കെ നരകത്തിലാണ്. ഈ ഹദീസിനെ ശറഹ് ചെയ്ത മുഹദ്ദിസുകൾ പറഞ്ഞു, ഇതിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട്. അഥവാ നിത്യമായി നരകത്തിൽ പോകുന്ന ഫിർഖത്തിന്റെ ആളുകളുണ്ട്. അതേപോലെ തന്നെ ചില തെറ്റുകൾ കാരണം ശിക്ഷകൾ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് മടക്കപ്പെടുന്ന വിഭാഗങ്ങളുണ്ട്. സഹോദരങ്ങളെ, ഏതിലാണ് നമ്മൾ പെടേണ്ടത്? തീരെ നരകം സ്പർശിക്കാത്ത ആ വിജയിച്ച കക്ഷിയിലാണോ? അതല്ല കാലാകാലം നരകത്തിൽ പോകുന്ന കക്ഷിയിലാണോ? അതല്ലെങ്കിൽ ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന കക്ഷിയിലാണോ? ഒരു ബുദ്ധിയുള്ള വിശ്വാസം എന്താ വിചാരിക്കുക? ഒരു കാരണവശാലും നരകം സൃഷ്ടിക്കാതെ അള്ളാഹുവിന്റെ നഈമായ ജന്നത്തിലേക്ക് പോകുന്ന വിഭാഗത്തിൽ പെടാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ലാ മില്ലത്തും വാഹിദ, അതിൽ പെടണമെങ്കിൽ ഒരു മില്ലത്തുണ്ട്. ഖാലു, ഇത് കേട്ട മാത്രയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ചോദിച്ചു, വമൻ ഹിയ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ആരാണ് ആ സംഘം? നരകത്തിൽ പോകാതെ വിജയിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന ആ കക്ഷി ആരാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയും ഒരു മാർഗമായി സ്വീകരിക്കാൻ പറഞ്ഞത് സ്വഹാബത്തിന്റെ മാർഗമാണ്. റസൂൽ പറഞ്ഞു, മാ അന അലൈഹി വസ്ഹാബിൽ യൗം, ഞാനും എൻ്റെ സ്വഹാബത്തും. അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ മാറ്റി നിർത്തിയിട്ടില്ല. ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ, ഏതൊരു ആദർശത്തിലാണോ, ഏതൊരു മെത്തഡോളജിയിൽ, ഏതൊരു മൻഹജിലാണോ, ആ മൻഹജിൽ, ആ മെത്തഡോളജിയിൽ, ആ രീതിശാസ്ത്രത്തിൽ ഖിയാമത്ത് നാൾ വരെ നിലകൊള്ളുന്ന ആളുകൾ അവരെന്താണ്? സ്വർഗത്തിന്റെ അഹലുകാരാണ്. എങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏത് തർക്ക വിഷയം എടുത്തോ, എത്ര പേര് മുസ്ലിയാരോട് നിങ്ങൾ സംസാരിച്ചു, സാധാരണക്കാരൻ മതി. എന്നിട്ട് ഒറ്റ ചോദ്യം, മുസ്ലിങ്ങൾക്കിടയിൽ ഷിയാക്കടെ കാര്യമല്ലത് പറയുന്നത്, അഹ്ലു സുന്നയുടെ വിഷയമാണ്. സുന്നികൾക്കിടയിൽ തർക്കമുള്ള ഏത് വിഷയം എടുത്തോ, ഒരൊറ്റ ചോദ്യം കൊണ്ട് ആ തർക്കം അവസാനിപ്പിക്കാൻ കഴിയും. എങ്ങനെന്നറിയോ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഈ വിഷയത്തിൽ സഹാബത്തിന്റെ നടപടിക്രമം എന്താണ്, അത് പറഞ്ഞെന്നാൽ മതി. അത് ഞങ്ങൾ വിശ്വസിച്ചോളാം, അത് ഞങ്ങൾ ആചരിച്ചോളാം, അത് ഞങ്ങൾ പൊന്നുപോലെ കൊണ്ടു നടന്നോളാം. സഹാബത്തിന്റെ മാർഗം മാത്രം അന്വേഷിച്ചാൽ മതി സഹോദരങ്ങളെ. കാരണം എന്നറിയോ? ഈ ഖുർആൻ ഇറങ്ങിയത് അവരിലേക്കാണ്. ഈ സുന്നത്ത് അത് പഠിപ്പിക്കപ്പെട്ടത് സഹാബികൾക്കാണ്. അത് ഏറ്റവും നന്നായി ആചരിച്ചതും വിശ്വസിച്ചതും ആ സഹാബത്താണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, അവസാനമായി ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു വാചകം നിങ്ങൾ മനസ്സിൽ കൊത്തിവെക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്തെന്നറിയോ? ഉസൂലു സുന്നത്തി ഇൻദന, അഹ്ലു സുന്നയുടെ ഉസൂൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ ഞങ്ങളടുത്ത്, അഥവാ അഹ്ലു സുന്നയുടെ അടുത്ത് അതിന്റെ ഉസൂൽ എന്ന് പറഞ്ഞാൽ അത്തമസ്സകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഇമാം സുന്ന പറയാണ്, അഹ്ലു സുന്നയുടെ അടുത്ത്, ഞങ്ങളുടെ അടുത്ത് പിന്നെ അതിന്റെ ഉസൂൽ, അടിസ്ഥാനം എന്ന് പറയുന്നത് അത്തമസ്സുകു, മുറുകെ പിടിക്കലാണ്. എന്ത് മുറുകെ പിടിക്കണം? ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഏതൊരു നടപടിക്രമത്തിലായിരുന്നു ആ നടപടിക്രമത്തെ മുറുകെ പിടിക്കലാണ് ഉസൂലു സുന്നത്തി ഇൻദന, നമ്മുടെ അടുത്തുള്ള അഹ്ലു സുന്നയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതാണ്. വൽ ഇഖ്തിദാഉ ബിഹിം, ആ മാർഗത്തെ മുറുകെ പിടിക്കലും അതിനെ മാതൃകയാക്കലും. ഇതാണ് അഹ്ലു സുന്നയുടെ മൻഹജ് അല്ലെങ്കിൽ അഖീദ, അടിസ്ഥാനം എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് സഹോദരങ്ങളെ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ആവർത്തിച്ചു പറയട്ടെ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ നടപടികൾ നിങ്ങൾ പഠിച്ചുകൊള്ളുക. ഈ ഉമ്മത്തുകൾക്കിടയിലുണ്ടാകുന്ന എല്ലാവിധ തർക്കങ്ങൾക്കും നല്ല മനസ്സുള്ള, അല്ലേ, സത്യം ഗ്രഹിക്കണം, സ്വർഗത്തിൽ പോകണം, ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന മുഅ്മിനായ മുസ്ലിമായ എല്ലാ ആളുകൾക്കും, ആണാകട്ടെ പെണ്ണാകട്ടെ കുട്ടികളാകട്ടെ വൃദ്ധന്മാരാകട്ടെ, ആർക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ മാതൃകയുണ്ട്. കാരണം എന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തൊരു ജനവിഭാഗമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാർ, ആവർത്തിച്ചു പറയട്ടെ, സഹാബത്തിനെ പഠിക്കണം, സഹാബ വനിതകളെ നിങ്ങൾ പഠിക്കണം, അവരെ പകർത്തണം, അവരെ പ്രചരിപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹാബത്തിന്റെ മാർഗം പിൻപറ്റി വിജയിച്ച കക്ഷികളിൽ
ഉൾപ്പെടുന്നവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങൾ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹദായ ഫള് കൊണ്ട് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി തെരുമാറാകണമേ. അള്ളാഹു ജീവിക്കുന്ന കാലമത്രയും നിന്റെ ഇഷ്ടത്തിലും അള്ളാഹുവെ നിന്റെ പൊരുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് അത് പഠിച്ചു പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് إنك مجيب الدعوات ويا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.